ഹായ് ഓൾ അസ്സലാമലൈക്കും. ദോശയ്ക്കും ഇഡ്ഡലിക്കും കൂടെ എപ്പോഴും ഒരുപോലെ തേങ്ങാ ചട്നി ഉണ്ടാക്കി മടുത്തോ? എങ്കിൽ ഇന്ന് നമുക്ക് തേങ്ങയുടെ കൂടെ ഒരു പ്രത്യേക ചേരുവ കൂടി ചേർത്ത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്പെഷ്യൽ രുചിയിൽ ചട്നി തയ്യാറാക്കിയാലോ? സാധാരണ ഉണ്ടാക്കലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രുചിയുള്ള ഈ ചട്നി ഉണ്ടെങ്കിൽ ദോശയും ഇഡ്ഡലിയും എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ ശരി, വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു 5-6 അല്ലി ചുവന്നുള്ളിയാണ്. അതുപോലെ തന്നെ 3 നല്ല എരിവുള്ള പച്ചമുളകും, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, നല്ല ഫ്രഷ് ആയ ഇഞ്ചി എടുക്കാൻ നോക്കുക. 2 അല്ലി വെളുത്തുള്ളി ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ആ ചട്നിയുടെ രുചി പാടയെ മാറ്റാൻ പോകുന്ന പ്രധാന ചേരുവയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം നിലക്കടല ചേർത്തി കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തി കൊടുത്ത് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. വറുത്ത നിലക്കടലയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. ഒരു പ്രത്യേക ഫ്ലേവർ കൂടിയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ നിലക്കടല ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. അതിന് പകരമായി നമുക്ക് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ പൊട്ടുകടലയോ ഉപയോഗിക്കാം. അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നതെങ്കിൽ ചട്നിക്ക് നല്ലൊരു റിച്ച് ടേസ്റ്റ് കിട്ടും. പൊട്ടുകടലയാണെങ്കിൽ നല്ലൊരു നാടൻ രുചിയും ലഭിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്നിയുടെ അവസാന ഘട്ടം നോക്കാം. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തി കൊടുത്തിട്ട് 1/2 ടീസ്പൂണോളം കടുക് ചേർത്തി കൊടുക്കാം. ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. ഇനി നമ്മുടെ അരച്ച് വെച്ച മിക്സിയിലെ അരപ്പും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. തിക്നെസ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് തന്നെ നല്ല കട്ടി രൂപത്തിലാണ് തിക്നെസ്സായിട്ട് ഒന്നുകൂടി മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് അത്ര മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസ് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തി കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ നമ്മളെ ഈ ചട്നിയുടെ ടേസ്റ്റ് ഇതുപോലെ ആയിരിക്കണം കേട്ടോ. കൺസിസ്റ്റൻസി ഈ ഒരു തിക്കിലായിരിക്കണേ. അതുപോലെ തന്നെ ചട്നി നമ്മൾ ഏത് ചട്നി ഉണ്ടാക്കുമ്പോഴും കൂടുതൽ തിളച്ച് പോരുത് കേട്ടോ. തിള വരുന്നത് കാണുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇതിൻ്റെ ആ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കേട്ടോ എത്രത്തോളം രുചിയുണ്ടെന്ന്. ഇതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടോ, നല്ല ക്രീമി ടെക്സ്ചറുള്ള നമ്മുടെ സ്പെഷ്യൽ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നല്ല തിളക്കമുള്ള നിറവും ആ കടുക് വറുത്തതിൻ്റെ മണവും നല്ല ചൂട് സോഫ്റ്റ് ഇഡ്ഡലിയുടെ കൂടെയും അല്ലെങ്കിൽ നല്ല മൊരിഞ്ഞ ദോശയുടെ കൂടെയും ഇത് കഴിക്കാൻ അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷനാണ്. സാധാരണ ചട്നിയേക്കാൾ കുറച്ചുകൂടി കട്ടിയിലും ക്രീമി ആയിട്ടും ഇരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. ഇന്ന് ഞാനിവിടെ സ്പെഷ്യൽ ചട്നി തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ നല്ല നീർദോശയുടെ കൂടെ കഴിക്കാനാണ്. നിലക്കടല ചേർത്ത് ഈ ചട്നിയുടെ കൂടെ നീർദോശ കഴിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇത് മാത്രമേ ഉണ്ടാക്കൂ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ വിഭവം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ രുചിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ നല്ല റെസിപ്പികൾക്കും വീഡിയോകൾക്കുമായിട്ട് ഇറ്റ്സ് മീ യാസി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നെക്സ്റ്റ് അടിപൊളി റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.